സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെക്ഷൻ 16 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് 1882. നമ്മൾ ട്രാൻസ്ഫർ ടു അൺബോൺ പേഴ്സൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. സോ അതിനകത്ത് തന്നെ ഒരു സെക്ഷനാണ് സെക്ഷൻ 16. സോ ഇതിനകത്ത് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്മേൽ ഒരു പ്രയർ ഇൻട്രസ്റ്റും സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ഈ പ്രയർ ഇൻട്രസ്റ്റിൻ്റെ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റും ഫെയിൽ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. So as per section 16, it embodies the rule that if any gift made in favor of an unborn person fail by reason of the rule contained in section 13 and section 14, the subsequent interest created in the same transaction also fails. So എന്താണ് പ്രയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് സെക്ഷൻ 13ഉം 14ഉം മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഒരു ട്രാൻസ്ഫർ ഇൻവാലിഡായി പോയി. അപ്പോൾ പിന്നെ സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റും എന്താണ് ഫെയിൽ ആകും. സോ അതാണ് സെക്ഷൻ 16. ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, ദെയർ ഷുഡ് ബി ആൻ ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ ഓർ എ ക്ലാസ് ഓഫ് പേഴ്സൺ വിച്ച് മസ്റ്റ് ഫെയിൽ ബൈ റീസൺ ഓഫ് ദ റൂൾ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 13 ആൻഡ് 14. സോ ഒരു ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഫോർ ഒരു പേഴ്സണിലേക്കോ അതല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പേഴ്സൺ, നമ്മൾ സെക്ഷൻ 15 കണ്ട പോലെ ക്ലാസ് ഓഫ് പേഴ്സണിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അത് രണ്ട് ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ ആസ് പെർ ദ കണ്ടീഷൻ സെക്ഷൻ 13ൻ്റെയും 14ൻ്റെയും കണ്ടീഷൻസ് മീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി എന്താണ് ഈ പറയുന്ന പ്രയർ ഇൻട്രസ്റ്റ് ഫെയിൽ ആകും. സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ്, സെക്ഷൻ 13 റിക്വയർസ് ടു കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ്. Prior interest. The transfer interviewers cannot be made directly to an unborn person but must be preceded by a prior disposition in the favor of a living person. അതായത് നമ്മൾ നേരത്തെ സെക്ഷൻ 13 കണ്ടു, അതിനകത്ത് കണ്ടീഷൻ എന്തായിരുന്നു? അൺബോൺ പേഴ്സണിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല പ്രോപ്പർട്ടി, പകരം ഒരു ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ലിവിങ് പേഴ്സൻ്റെ കയ്യിലായിരിക്കണം പ്രോപ്പർട്ടി ട്രസ്റ്റി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫററെ ഏൽപ്പിക്കേണ്ടത്. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അൺബോൺ പേഴ്സണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ സെക്ഷൻ 13 കണ്ടത്. സോ അതാണ് പ്രയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. നൗ വാട്ട് ഈസ് ഹോൾ ഇൻട്രസ്റ്റ്? ദ ഇൻട്രസ്റ്റ് ഗിവൺ ടു ദ അൺബോൺ പേഴ്സൺ ഈസ് ദ ഹോൾ ഓഫ് ദ ഇൻട്രസ്റ്റ് റിമൈനിങ് ഇൻ ദ ട്രാൻസ്ഫർ. സോ ഹോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അൺബോൺ പേഴ്സണിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. സോ സെക്ഷൻ 14 എംബോഡീസ് ദ റൂൾ അഗെയിൻസ്റ്റ് പെർപെച്യൂറ്റി. നമ്മളത് നേരത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ദെയർ ഷുഡ് ബി അനദർ ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ദ സെയിം ട്രാൻസാക്ഷൻ. സോ പ്രയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്താണ് ലിവിങ് പേഴ്സണിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം വരുന്ന ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം. ദെൻ ദ അതർ ഇൻട്രസ്റ്റ് മസ്റ്റ് ഇൻറ്റൻഡ് ടു ടേക്ക് എഫക്റ്റ് ആഫ്റ്റർ ഓർ അപ്പോൺ ഫെയിലിയർ ഓഫ് ദ പ്രയർ ഇൻട്രസ്റ്റ്. സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പ്രയർ ഇൻട്രസ്റ്റ് സക്സസ് ആയ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ്. സോ ആസ് പെർ സെക്ഷൻ 16 ഇത്രയും കാര്യം ഓർത്താൽ മതി. പ്രയർ ഇൻട്രസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ് എന്താണ് ഫെയിലാകും. സോ അതിനകത്തൊരു കേസിലുണ്ട്, ഗിരീഷ് ദത്ത് വേഴ്സസ് ദത്താദിൻ, ലക്നൗ ഹൈക്കോർട്ടിൻ്റെ ഒരു കേസാണ്. എ ലേഡി ഹു വാസ് ദ അബ്സല്യൂട്ട് ഓണർ ഓഫ് ഹർ പ്രോപ്പർട്ടി എക്സിക്യൂട്ടഡ് എ ഡീഡ് ഓഫ് ഗിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ദ ഡോട്ടർ ഓഫ് ഹർ ബ്രദേഴ്സ് സൺ. Only life interest was given with the following condition. If there is son, he will be the absolute owner of the property. Second, if there are only daughter, the daughter shall have no power of transfer. Third, if no child is living at the time of her death, then gifted property shall go to the donee's father, if he be then alive. It was held by the court that having regard to the provision of section 13 and 16 of the Transfer of Property Act 1882, the gift over to the donee's father was void, that is, it is nullity, it being dependent on the failure of the prior interest in favor of the daughter. The transfer of life interest in favor of unborn child is not permitted under section 13 and life interest to daughter failed. സോ ഇതിനകത്ത് ഓൾറെഡി പ്രയർ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു? കുട്ടി, അതായത് ബ്രദറിൻ്റെ ഈ പറയുന്ന ലേഡിയുടെ ബ്രദറിൻ്റെ സണ്ണിൻ്റെ ഡോട്ടറിന് പ്രോപ്പർട്ടി, അൺബോൺ ചൈൽഡിന് പ്രോപ്പർട്ടി എഴുതി വെച്ചു. അങ്ങനെ എന്തായാലും കണ്ടീഷൻ ലോ പ്രകാരം എന്താണ് ഇൻവാലിഡ് ആണ്. സെക്ഷൻ 13 14 കണ്ടീഷൻ ഇൻവാലിഡ് ആക്കുകയാണ് ഇവിടെ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആ പ്രയർ ഇൻട്രസ്റ്റ് എന്തായി? ഈ കുട്ടിക്ക് കൊടുക്കാനുള്ള പ്രയർ ഇൻട്രസ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ഫെയിലായി.
അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്, ഈ കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് പ്രോപ്പർട്ടി പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് എന്താ ഈ പ്രോപ്പർട്ടി ഫാദറിൻ്റെ കയ്യിലേക്ക് പോയാൽ മതി എന്നാണ് ഈ ലേഡി പറഞ്ഞിരുന്നത്. പക്ഷേ കോടതി പറഞ്ഞത് എന്താണ്, ഇവിടെ പ്രയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഫെയിൽ ആയിരിക്കുകയാണ്. സെക്ഷൻ 13ഉം 14ഉം മീറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അൺബോൺ ചൈൽഡിലേക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യരുതെന്നുള്ള ലോ എക്സിസ്റ്റ് ചെയ്ത ഈ ലേഡി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രയർ ഇൻട്രസ്റ്റ് അവിടെ ഫെയിലായി, അത് ലീഗലി വാലിഡ് അല്ല. സോ ഇവിടെ പ്രയർ ഇൻട്രസ്റ്റും ഫെയിലായി. അപ്പോൾ പിന്നെ ഡോണീസ് ഫാദറിന് അതിന് ശേഷം കൊടുക്കണം എന്ന് പറയുന്ന സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ് എന്തായി, അതും ഫെയിലായി. സോ അതാണ് സെക്ഷൻ 16. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്താണ് പ്രയർ ഇൻട്രസ്റ്റും സബ്സിക്വൻറ്റ് ഇൻട്രസ്റ്റ് എന്ന്. സോ ദാറ്റ് ഈസ് സെക്ഷൻ 16.